വ്യാജ ഡോക്ടർ ചികിത്സിച്ച രോഗി മരിച്ച ഒരു വാർത്ത അത് ഇന്നലെ പുറത്തു വന്നതാണ്. ഇക്കഴിഞ്ഞ 23-നാണ് പൂച്ചിരിക്കുന്ന സ്വദേശിയെ വിനോദ് കുമാർ ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സ തേടിയത്. സംഭവത്തിൽ വ്യാജ ഡോക്ടർക്കും ആശുപത്രിക്കുമെതിരെ നടപടി എടുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാജ ഡോക്ടർ അബു അബ്രഹാം ലൂക്കിന്റെ അറസ്റ്റ് ഫറോക്ക് പോലീസ് രേഖപ്പെടുത്തി. ഡോക്ടറുടെ നിയമനത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് ആശുപത്രി അധികൃതരും ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഇക്കഴിഞ്ഞ 23-ന് പുലർച്ചെയാണ് പൂച്ചേരിക്കുന്ന് സ്വദേശി വിനോദ് കുമാറിനെ നെഞ്ചുവേദനയെ തുടർന്ന് TMH ആശുപത്രിയിൽ എത്തിച്ചത്. ആ സമയം മുതൽ കൃത്യമായ ചികിത്സ ലഭിച്ചില്ല എന്ന പരാതിയാണ് കുടുംബത്തിനുള്ളത്. അരമണിക്കൂറിനുള്ളിൽ ഈ രോഗി മരിച്ചു. കുറച്ചു ദിവസത്തിന് ശേഷം മറ്റൊരു രോഗിയുമായി ഇതേ ആശുപത്രിയിലെത്തിയപ്പോഴാണ് അബു അബ്രഹാം ലൂക്കിന്റെ പേര് ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വിനോദ് കുമാറിന്റെ മകനും ഡോക്ടറുമായ അശ്വിൻ P. വിനോദ് പറഞ്ഞു. പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് വ്യാജ ഡോക്ടറെന്ന് വ്യക്തമായത്. വൈഫ് KMCT പഠിച്ച ഡോക്ടറാണ്. അപ്പോൾ അവൾ ഇദ്ദേഹത്തിൻ്റെ പേര് കണ്ടു ബോർഡിൽ, ഡോക്ടർ അബു എബ്രഹാം ലൂക്ക്. അപ്പോൾ തന്നെ അമ്മയെ വിളിച്ച് കൺഫേം ചെയ്തു. അന്ന് അച്ഛനെ നോക്കിയ ഡോക്ടറുടെ പേരെന്താണെന്ന്. അപ്പോഴാണ് അറിഞ്ഞത് ഡോക്ടർ അബു ആയിരുന്നു എന്നുള്ളത്. പിന്നെ KMCTയിൽ വിളിച്ച് പല ആൾക്കാരുമായിട്ട് ഫോൺ വിളിച്ച് കൺഫേം ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഇതുവരെ സെക്കൻഡ് ഇയർ പാസ്സായിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഞങ്ങൾ നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഇദ്ദേഹത്തിൻ്റെ പേരടിച്ച് നോക്കി. അപ്പോഴും രജിസ്ട്രേഷൻ ആയിട്ടില്ല. അങ്ങനെ കൺഫേം ആയി ഇദ്ദേഹം ഇതുവരെ MBBS ബിരുദം കിട്ടിയിട്ടില്ല എന്നുള്ളത്. തുടർന്ന് ഫറോക്ക് പോലീസിൽ കുടുംബം പരാതി നൽകി. ഇന്നലെ രാത്രിയോടെ അബു എബ്രഹാം ലൂക്ക് പോലീസ് പിടിയിലായി. വഞ്ചന, ആൾമാറാട്ടം വകുപ്പുകളും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് പ്രകാരവുമാണ് കേസെടുത്തത്. ഉച്ചയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വിഷയത്തിലിടപെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യാജ ഡോക്ടർക്കെതിരെയും ആശുപത്രിക്കെതിരെയും നടപടിയുണ്ടാകുമെന്ന് വ്യക്തമാക്കി. ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ്, കുറ്റകരമാണ്, ക്രിമിനൽ കുറ്റമാണ്. പോലീസ് അതിനനുസരിച്ച് എല്ലാവിധമായിട്ടുള്ള നടപടികളും സ്വീകരിക്കും. അതേസമയം വീഴ്ച സംഭവിച്ചെന്ന് സമ്മതിക്കുകയാണ് TMH ആശുപത്രി അധികൃതർ. സർട്ടിഫിക്കറ്റിലുണ്ടായിരുന്ന അബു എബ്രഹാം ലൂക്കിന്റെ പേര് വ്യാജമെന്ന് മാനേജർ മനോജ് പാലക്കൽ. രജിസ്റ്റർ നമ്പർ നോക്കിയപ്പം അയാൾ പാസ്സായിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതോടുകൂടി ഞങ്ങൾ അയാളെ പുറത്താക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഡോക്ടറെ വരുത്തുന്നത് മിക്കവാറും ഹോസ്പിറ്റലിൽ ആർമോസിന് കിട്ടാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ ഓരോ ഇപ്പം ചിലപ്പോൾ PG സ്റ്റുഡൻസ് അങ്ങനെയൊക്കെയാണ് നമുക്ക് എല്ലാ ഹോസ്പിറ്റലിലും വരുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോ ഡോക്ടർമാരോട് ചോദിക്കും, നല്ല ഡോക്ടേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ അതിൻ്റെ പ്രകാരം ഇയാൾ മലപ്പുറം ജില്ലയിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ അപ്പം വർക്ക് ചെയ്ത പരിചയമുള്ള ഓരോരുത്തർ റെഫർ ചെയ്യുന്നതാണ് ഈ ഇത്തരം ഡോക്ടേഴ്സിനെ. അപ്പോൾ ഞങ്ങൾ നല്ല ഡോക്ടർമാരാണെങ്കിൽ ഞങ്ങളെ മറ്റുള്ള ഡോക്ടേഴ്സ് ഞങ്ങളവിടെ 21ഓളം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവരൊക്കെ ഇത് ഇതാക്കിയിട്ട് ഓരോടൊക്കെ ചോദിക്കും എങ്ങനെയാണെന്ന്. അപ്പോൾ അവർക്കൊന്നും റിപ്പയർ ഇല്ല. പുറമെ പേഷ്യൻറ്റിനോട് ചോദിക്കും, വരുന്ന പേഷ്യൻറ്റിനോട് ഞങ്ങൾ റെഫർ ചെയ്യും. അപ്പോൾ അവരൊക്കെ ഇയാളെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ്. ഇയാളുടെ സർട്ടിഫിക്കറ്റ് ഇയാളൊരു രജിസ്റ്റർ നമ്പർ തന്നെ രജിസ്റ്റർ നമ്പർ തന്നപ്പോൾ ഞങ്ങളത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അബു അബ്രഹാം അല്ല, അബു P. സേവ്യർ എന്നിട്ടുള്ള സർട്ടിഫിക്കറ്റാണുള്ളത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. ആശുപത്രിക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെടുന്നു. യഥാർത്ഥ ഡോക്ടർമാരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ വാക്കുകൾ പ്രതീക്ഷ നൽകുന്നതാണ്. ഈ മേഖലയിലെ ഇത്തരം തെറ്റായ പ്രവണതകൾ നിയന്ത്രിക്കാൻ ഇത് സഹായകരമാകും. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഈ വാർത്ത ജനങ്ങൾ കാണുന്നുണ്ട്. ഹോളി ക്രോസ് എന്ന അക്കൗണ്ടിൽ നിന്ന് വരുന്ന പ്രതികരണം: ആശുപത്രി അടച്ചു പൂട്ടണം, മരിച്ച ആളിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണമെന്നുള്ള തരത്തിലാണ്. ഏതായാലും ഇത്തരത്തിൽ വാർത്തകൾ വരുമ്പോൾ അത് ജനങ്ങളെ ആശങ്കയിലാക്കുന്ന ഒന്നാണ്. ആശുപത്രികളെയും ഡോക്ടേഴ്സിനുമൊക്കെ വിശ്വസിച്ച് എങ്ങനെ ചികിത്സ തേടും എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. പ്രതികരണങ്ങളിലേക്ക്. ഡോക്ടർമാരെ അറിയുമ്പോൾ നമ്മൾ വിശ്വസിച്ച് പോണതാണ്. നമുക്ക് എന്തെങ്കിലും അപകടം വരുമ്പോൾ അല്ലെങ്കിൽ അസുഖം വരുമ്പോഴോ പോണതാണ്. അവിടെയും ഫേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാവും. മരുന്നൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു കഴിഞ്ഞാലും കൺസൾട്ട് ചെയ്യുന്ന രീതിയിൽ മാറ്റം വന്നു കഴിഞ്ഞാലും പ്രശ്നങ്ങളാണ്. ഡോക്ടർമാരാകുമ്പം അധികം വിവരമില്ലാത്ത ആൾക്കാർ അങ്ങനെ നോക്കൂല. ഓല് പറയുന്നത് കേട്ട് ഗുളിക കഴിക്കുള്ളൂ. അപ്പം നമ്മൾ മാക്സിമം അറിഞ്ഞിട്ട് ഡോക്ടറെ പറ്റി അറിഞ്ഞിട്ട് നോക്കുക, കൺസൾട്ട് ചെയ്യാൻ പോവുക, അത്ര തന്നെ. ഈ ഓർഗൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാഫിയ കാര്യങ്ങൾ ആ ഒരു ലെവലിലുള്ള ഡോക്ടേഴ്സും ഇപ്പോൾ സമൂഹത്തിലുണ്ട്. സോ പോലീസ് നിയമങ്ങൾ കാര്യങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ അതിനെതിരെ പ്രവർത്തിക്കണം തന്നെ. എന്തായാലും ഇവരെ നമ്മൾ ഉന്മൂലനം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ ഏത് ഭാഗത്ത് നോക്കിയാലും ക്ലിനിക്കുകളിൽ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇതിനെല്ലാം പഞ്ചായത്ത് തലത്തിലാണെങ്കിലും നമ്മുടെ കോർപ്പറേഷൻ തലത്തിലാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരൊരു വീഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് അപ്രൂവ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനൊരു പ്രോപ്പർ ലൈസൻസിങ് ഒരു പ്രൊസീജിയർ വേണം, അതിനനുസരിച്ച് വേണം ചെയ്യാൻ എന്നാണ് എൻ്റെ സജഷൻ. പിന്നെ ഇപ്പോൾ കാശ് കൊടുത്ത PhD വരെ കിട്ടുന്ന സ്ഥലമാണ് ഇന്ത്യ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പ്രോപ്പർ റെഗുലേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ വരുന്നത്. അല്ല, ഫേക്ക് ഡോക്ടേഴ്സ് അത് പാടില്ലല്ലോ. അതൊരിക്കലും
ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അവരൊരു സിസ്റ്റമാറ്റിക് ആയിട്ടത് തറവായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ട് വെരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ. അപ്പോൾ ആ ആശങ്ക പൊതുജനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് അധികൃതർ മനസ്സിലാക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്.